السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. باب النهي عن التشبه بالشيطان والكفار. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, കഴിഞ്ഞ നമ്മുടെ അവസരത്തിലൂടെ നമ്മൾ വിശദീകരിച്ചു തുടങ്ങിയ അധ്യായം അന്നഹിയു അനി തശബ്ബുഹി ബിശ്ശൈത്വാനി വൽ കുഫാർ, പിശാചുക്കളോടും അതുപോലെ തന്നെ സത്യനിഷേധികളോടും സാദൃശ്യമാവുക മതപരമായ കാര്യങ്ങളിൽ അത് വിരോധിക്കപ്പെട്ടതാണ് എന്ന് ആ ഹെഡിങ്ങിലുള്ള 2 ഹദീസുകൾ നമ്മൾ കഴിഞ്ഞ അവസരത്തിൽ വായിക്കുകയുണ്ടായി. ഒന്ന്, നിങ്ങൾ ഇടത് കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യരുത്, പിശാച്ചാണ് ഇടത് കൈ കൊണ്ട് ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത്. അതേ ആശയം തന്നെ വരുന്ന മറ്റൊരു ഹദീസും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ആ അധ്യായത്തിൽ തന്നെ നമ്മുടെ തലക്കെട്ടിൽ നമ്മൾ കേട്ട ഈ ഹദീസുകളിൽ 2ലും പിശാച്ചിനോടുള്ള സാദൃശ്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പിശാച്ച് ഇടത് കൈ കൊണ്ട് ഭക്ഷിക്കുന്നു, ഇടത് കൈ കൊണ്ട് കുടിക്കുന്നു. അപ്പം അതുകൊണ്ട് പൈശാചികമായ അത്തരം പ്രവർത്തനങ്ങളോട് സാദൃശ്യമാവരുത് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട 2 ഹദീസുകളാണ് ആ അധ്യായത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ആ അധ്യായത്തിൽ തന്നെ ഹെഡിങ്ങിൽ ഒന്നുകൂടി ബാക്കിയുണ്ടല്ലോ, അതായത് വൽ കുഫാർ, സത്യനിഷേധികളുമായും നിങ്ങൾ സാദൃശ്യപ്പെടരുത് എന്നതിലുണ്ടല്ലോ. അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് 3-ാമത്തെ ഹദീസ്. അതിൽ ആ അധ്യായത്തിലുള്ള നമുക്കിന്ന് വായിക്കുവാനുള്ള ഒരു ഹദീസ് കാഫിറുകളുമായി സത്യനിഷേധികളുമായി സാദൃശ്യമാകുന്നതിൻ്റെ ഒരു വശം നമ്മോട് വിശദീകരിച്ച് തരുന്ന ഒരു ഹദീസാണ്. അതുദ്ധരിക്കുന്നത് മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇന്നൽ യഹൂദ വന്നസാറ ലാ യസ്ബിഗൂന ഫഖാലിഫൂഹും മുത്തഫഖുൻ അലൈഹി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുകയാണ്, തീർച്ചയായും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, ഇന്നൽ യഹൂദ വന്നസാറ, തീർച്ചയായും ജൂതന്മാരും ക്രൈസ്തവരും യഹൂദികളും നസറാനികളും ലാ യസ്ബിഗൂന, അവർ ചായം കൊടുക്കാറില്ല, താടിക്കും അതുപോലെ തന്നെ മുടിക്കുമൊന്നും ചായം കൊടുക്കാത്തവരാണ് യഹൂദികളും നസറാനികളും. സബഗ യസ്ബിഗു എന്ന് പറഞ്ഞാൽ ചായം കൊടുക്കുക. പരിശുദ്ധ ഖുർആനിൽ കാണാം സിബ്ഗത്തല്ലാഹ് വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ എന്നിങ്ങനെ ആ പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. അത് ഇതുമായി ബന്ധപ്പെട്ടല്ല, മറ്റൊരു കളർ നൽകുന്ന അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ് അവിടെ പറയുന്നത്. ഇപ്പോൾ യഹൂദികളും നസറാനികളും ലാ യസ്ബിഗൂന, അവർ ചായം കൊടുക്കാറില്ല. ഫഖാലിഫൂഹും, അതിനാൽ നിങ്ങൾ അവരോട് എതിരാകുവീൻ, അതിനാൽ നിങ്ങൾ അവരോട് എതിരാകുവീൻ. ഖാലഫ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എതിരായി. ഖാലഫ അതാണ് യുഖാലിഫു, മുളാരിയാണ് യുഖാലിഫു. ഒരു കാര്യത്തിന് എതിര് നിന്നാൽ മുഖാലിഫ കിട്ടി, മുഖാലിഫയായാൽ മുഖാലിഫ കിട്ടി എന്നൊക്കെ പറയില്ലേ നമ്മൾ. അപ്പോൾ ഖാലഫ എന്ന് പറഞ്ഞാൽ എതിരായി എന്നാണ്. ഖാലിഫ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയാണ്. ഫഖാലിഫു, ആകയാൽ നിങ്ങൾ എതിരാകുവീൻ, ഹും
അവരോട്. അപ്പോൾ അവരോട് എതിരാവുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? അവർ ചായം കൊടുക്കൂല, അപ്പം നിങ്ങളത് കൊടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമ്മളെ ഹെഡിങ്ങിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കുക. ശൈത്താനുമായിട്ടുള്ള തശബ്ബുഹ് പാടില്ല എന്ന് പറഞ്ഞു. അതിനുപോൽബലകമായിട്ട് ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്നത് പിശാചി ഇടത് കൈ കൊണ്ടാണ്, ഇവിടെ നിങ്ങളത് ചെയ്യരുത്, നിങ്ങൾ വലത്തെ കൈ കൊണ്ടേ തിന്നുകയും കുടിക്കുകയും ചെയ്യാവൂ എന്നത് പറഞ്ഞു. പിന്നെ ഹെഡിങ്ങിൽ ബാക്കിയുള്ളത് ആരാണ്? വൽ കുഫാർ, സത്യനിഷേധികളോടും എതിരാവുക. അതിൻ്റെ ഉദാഹരണമാണ് ഇക്കാണുന്നത്. സത്യനിഷേധികളായ അഹ്ലി കിതാബുകാർ, വേദക്കാരായ യഹൂദികളും നസറാനികളുമൊന്നും അവർ നിരക്ക് ചായം കൊടുക്കാറില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേ അവസരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിര ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചായം കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇവിടെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അതിൻ്റെ അടിയിൽ ഫൂട്ട് നോട്ടായി കൊടുക്കുന്നു, അൽ മുറാദു. എന്താ ഈ എതിരാവണം എന്ന് പറയാൻ കാരണം? എന്താണ് എതിരാവണം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? അൽ മുറാദു, ഉദ്ദേശിക്കപ്പെടുന്നത് ഖിലാബു ശഈരിൽ ലിഹിയ, താടിരോമങ്ങൾക്ക് നിറം കൊടുക്കൽ, കളർ കൊടുക്കൽ. വർറഅസി, തലമുടിക്കും താടിക്കുമൊക്കെ കളർ കൊടുക്കൽ, ചായം നൽകൽ. അൽ അബിയൽ, വെളുത്ത, അതായത് വെളുത്ത എന്ന് പറഞ്ഞാൽ നര ബാധിച്ചിട്ടുള്ള തലമുടിക്കും താടിക്കുമൊക്കെ ചായം തേക്കൽ. ബിസുഫറത്തിൻ ഔ ഹുംറത്തിൻ, മഞ്ഞ നിറം കൊണ്ടോ അല്ലെങ്കിൽ ചുവപ്പ് നിറം കൊണ്ടോ. വ അമ്മ സവാദു, എന്നാൽ കറുപ്പ് നിറം, ബ്ലാക്ക് കൊടുക്കുക എന്നുള്ളത് ഫമൻഹിയുൻ അൻഹു, അത് വിരോധിക്കപ്പെട്ട കാര്യമാണ്. കമാ സനദ്കുറു ഫിൽ ബാബി ബഅദഹു, ശേഷം വരുന്ന അധ്യായത്തിൽ നാം പറയുന്നത് പോലെ ഇൻഷാ അല്ലാഹ്. അപ്പം ശേഷം വരുന്ന അധ്യായം ഒരൊറ്റ ഹദീസ് മാത്രമേയുള്ളൂ. അത് ആ വിഷയത്തിൽ മാത്രമുള്ള ഒരു അധ്യായത്തിൻ്റെ കീഴിൽ തന്നെ നൽകിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഇതിലുള്ള കൽപ്പന എന്ന് പറയുന്നത് ഇസ്ലാമികമായി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താടിയും മുടിയുമൊക്കെ നരച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിലനിർത്തലാണോ വേണ്ടത്, അതോ കളറ് നൽകലാണോ നിർബന്ധമാണോ? ചില ആളുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ ഫഖാലിഫുഹും, അവരോട് എതിരാവണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചായം കൊടുത്തേ പറ്റൂ. അത് വുജൂബിനുള്ളൊരു കൽപ്പനയാണ്, നിർബന്ധത്തിനുള്ളൊരു കൽപ്പനയാണ്. നരച്ച താടിയും മുടിയും ഒക്കെ കളർ കൊടുത്തോളണം എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അതേ അവസരത്തിൽ ഇത് ആ നിലക്കുള്ള ഒരു നിർബന്ധത്തിനല്ല. എന്നാൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഒരു പുണ്യകരമാണ്, ഒരു പുണ്യകരമായൊരു പ്രവൃത്തിയാണ്. ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എന്തു ചെയ്യാം? താടിക്കും മുടിക്കുമൊക്കെ നരബാധിച്ചു കഴിഞ്ഞാൽ കളറ് നൽകാവുന്നതാണ് എന്ന്. ഇനി താടിയും മുടിയും കളറ് നൽകുന്നതിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീക്ഷണം, ഷാഫിഈ മദ്ഹബിലെ പ്രസിദ്ധരായ ആളുകളുടെയൊക്കെ വീക്ഷണമാണ് അദ്ദേഹം ഇവിടെ ഫൂട്ട് നോട്ടിൽ നൽകിയിരിക്കുന്നത്. താടിക്കും മുടിക്കും നരബാധിച്ചു കഴിഞ്ഞാൽ കളറ് നൽകുന്നത് ഒന്നുകിൽ മഞ്ഞ നിറം കൊണ്ട് അല്ലെങ്കിൽ ചുവപ്പ് നിറം കൊണ്ട്. എന്നാൽ അമ്മ സവാദു, ബ്ലാക്ക് കളർ, കറുപ്പ് നിറം അടിക്കുക എന്നുള്ളത് ഫമൻഹിയുൻ അൻഹു, അത് വിരോധിക്കപ്പെട്ട കാര്യമാകുന്നു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തിൽ അത് ഹറാമാണ് എന്ന വീക്ഷണക്കാരനാണ്. താടിയും മുടിയും പ്യുവർ ബ്ലാക്ക് അടിക്കുന്നത് ഹറാമാണ് എന്ന വീക്ഷണക്കാരനാണ്. അദ്ദേഹത്തെ പോലെ നിരവധി പണ്ഡിതന്മാർ അതേ വീക്ഷണമുള്ള ആളുകളുണ്ട്. ആ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായത്തിൽ വരുന്ന ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ഈ ഹദീസിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ കളർ നൽകേണ്ടതുണ്ടോ, നൽകണോ, അതിൽ നിർബന്ധമുണ്ടെന്നൊരു കൂട്ടം ആളുകൾ നബിയുടെ കൽപ്പനയല്ലേ, അപ്പം അതുകൊണ്ട് നരച്ച താടിയും മുടിയും അങ്ങനെ തന്നെ വിടരുത്, അത് നിർബന്ധമായിട്ടും കളർ ചേഞ്ച് ചെയ്തോളണം എന്ന ഒരു വീക്ഷണക്കാരും അതൊരു ന്യൂനപക്ഷം മാത്രമാണ്. അതേ അവസരത്തിൽ ഭൂരിപക്ഷം പറയുന്നത് എന്താണ്? നിങ്ങൾ അത് കളർ ചേഞ്ച് ചെയ്തോളണമെന്നില്ല, അങ്ങനെ വേണമെങ്കിൽ നല്ലതാണ്, അങ്ങനെ ചെയ്താൽ അതിന് പുണ്യമുണ്ട്. കാരണം പ്രവാചകൻ്റെ ഒരു കൽപ്പനയാണല്ലോ, ആ നിലക്ക് അങ്ങനെ ചെയ്യുന്നതിൽ പുണ്യമുണ്ട് എന്ന്. ഇനി അടുത്ത അധ്യായത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞല്ലോ, അത് സംബന്ധമായിട്ട് പ്രത്യേകം ഒരു അധ്യായം തന്നെ വരുന്നതുകൊണ്ട്
അവിടെ നമുക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇനി ആ അധ്യായമാണ് നമുക്ക് വായിക്കുവാനുള്ളത്. എന്താണ് ആ അധ്യായത്തിൻ്റെ തലക്കെട്ട്? ബാബു നഹിയ റജുലി വൽ മർഅതി അൻ ഖിദാബി ശഅരിഹിമാ ബിസവാദിൻ. എന്താണ് ഈ അധ്യായം? ബാബു നഹിയ റജുലി വൽ മർഅതി. റജുലിനും മർഅത്തിനും വിരോധിക്കപ്പെട്ട കാര്യമാണ്. നഹി എന്ന് പറഞ്ഞാൽ വിരോധിക്കപ്പെട്ടത്. അർ റജുലി വൽ മർഅതി, പുരുഷനും സ്ത്രീക്കും വിരോധിക്കപ്പെട്ട കാര്യമാണ്. അൻ ഖിദാബി ശഅരിഹിമാ, അവർ രണ്ടു കൂട്ടരും മുടി ചായം കൊടുക്കൽ, ബി സവാദിൻ, ബ്ലാക്ക് കളർ കൊടുക്കൽ വിരോധിക്കപ്പെട്ട കാര്യമാണ്. ഇതാണ് തലക്കെട്ട് ഈ അധ്യായത്തിൻ്റെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ആ പക്ഷക്കാരനാണ്. അതായത് ബ്ലാക്ക് കൊടുക്കൽ അത് സംബന്ധമായിട്ടുള്ള ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ആദ്യകാലത്തും ഇന്നും ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും അതിൽ ഏറ്റവും ഉത്തമമായ രീതിയെന്നും അതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്കൊരൽപ്പം വിശദീകരിക്കേണ്ടതുമുണ്ട്. എന്താണ് ആ ഹദീസിൽ, ആ തലക്കെട്ടിൽ അദ്ദേഹം നൽകുന്ന ഹദീസ് എന്താണ്? അൻ ജാബിരിൻ റളിയല്ലാഹു തആല അൻഹു, മഹാനായ സ്വഹാബി ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. ഖാല, ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഉതിയ ബി അബി ഖുഹാഫ, ഉതിയ ബി അബി ഖുഹാഫ വാലിദി അബീ ബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാ യൗമ ഫത്ഹി മക്ക വറഅസുഹു വലിഹിയതുഹു കസ്സഗാമതി ബയാദൻ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗയ്യിറൂ ഹാദാ വജ്തനിബുസ് സവാദ്. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. ഉത്തിയ ബി അബീ ഖുഹാഫ, അബൂ ഖുഹാഫയെ കൊണ്ടുവരപ്പെട്ടു. അബൂ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹു ആരാണത്? അബൂ ഖുഹാഫ വാലിദി അബീ ബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവിൻ്റെ പേരാണെന്ത്? അബൂ ഖുഹാഫ. അദ്ദേഹത്തെ കൊണ്ടുവരപ്പെട്ടു എന്ന് യൗമ ഫത്ഹി മക്കത്ത, മക്ക ജയിച്ചടക്കുന്ന മക്കം ഫത്ഹിൻ്റെ നാളിൽ അബൂ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഇങ്ങനെ ഏറ്റിക്കൊണ്ടുവന്നിരുത്തുകയാണ്. അത്രയും പ്രായമുണ്ട്, പടു വൃദ്ധനായിട്ടുണ്ട്. അത്രയും വാർദ്ധക്യത്തിൽ അവശനായ ആ ഘട്ടത്തിൽ ഫത്ഹു മക്കയുടെ ദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരുത്തുകയാണ്. ആരെ കണ്ടോ? കൊണ്ടുവരികയാണ്, വന്നു എന്നല്ല. അപ്പോൾ കൊണ്ടുവരണം, വരാനൊന്നും നടക്കാനൊന്നും ആരോഗ്യമല്ല. അപ്പോൾ പിന്നെ താങ്ങി പിടിച്ച് കൊണ്ടുവന്നിരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുമ്പിൽ. അപ്പോൾ വറഉസുഹു, അദ്ദേഹത്തിൻ്റെ തലമുടി, വറഉസുഹു അദ്ദേഹത്തിൻ്റെ തലയും, വലിഹിയതുഹു അദ്ദേഹത്തിൻ്റെ താടിയും, തലയും താടിയുമൊക്കെ ഏതുപോലെയുണ്ട്? കസ്സഗാമതി, സഗാമത്ത് പോലെയുണ്ട്. സഗാമത്ത് എന്ന് പറഞ്ഞാൽ അറബ് നാട്ടിൽ മുളച്ചു പൊന്തുന്ന വളരുന്ന ഒരു ചെടിയാണ്. ആ ചെടിയുടെ ഇലകളും അതിൻ്റെ മൊത്തം ആ ചെടിയിലേക്ക് നോക്കിയാലും അതിൻ്റെ കായ്കളും പൂക്കളും ഒക്കെ പ്യുവർ വൈറ്റാണ്. അത്ര വെള്ള നിറത്തിലുള്ള ഒരു ചെടി. അതിൻ്റെ ഇലയും ചെടി പൂവും പിന്നെ അതിൻ്റെ കമ്പും ഒക്കെ നോക്കിയാൽ എന്താണ്? അത് പ്രത്യേകമായ പിന്നെ നല്ല വെള്ളയാണ്. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കൂടി അത് വെളുക്കുന്ന പറയുന്നത്. അത്ര പ്യുവർ വെള്ള കളറിലുള്ള ഒരു ചെടിയാണെന്ത്? സുഗാമത്ത്. അതുപോലെ ഉണ്ട് എന്നാണ്. ബയാളൻ, അതുപോലെ വെളുത്തിട്ട് നരച്ചിട്ടുണ്ട്. തലയും താടിയൊക്കെ അത്ര നരച്ച് വെളുത്തിട്ടുണ്ട്. ആരുടെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവായ അബൂ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹുവിൻ്റെത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഗയ്യിറൂ ഹാദാ, ഇദ്ദേഹത്തിൻ്റെ ഈ കളർ നിങ്ങൾ മാറ്റം വരുത്തുവീൻ. ഗയ്യിറൂ ഹാദാ, ഈ കളർ നിങ്ങൾ മാറ്റം വരുത്തുവീൻ. ചില റിപ്പോർട്ടുകളിൽ അത്ര മാത്രമേയുള്ളൂ. എന്ത്? ഗയ്യിറൂ ഹാദാ, നിങ്ങളതിൻ്റെ കളർ ചേഞ്ച് വരുത്തുക എന്നുള്ള കൽപ്പന മാത്രമേ ഉള്ളൂ ചില റിവായത്തുകളിൽ. എന്നാൽ ഇവിടെ ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഈ റിവായത്തിൽ ശേഷം ഒരു വാചകം കൂടിയുണ്ട്. അതെന്താണ്? വജ്തനിബുസ് സവാദ്, കളർ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ബ്ലാക്ക് ഒഴിവാക്കണം. വജ്തനിബു, നിങ്ങൾ ഒഴിവാക്കണം. സവാദ്, ബ്ലാക്ക് ഒഴിവാക്കണം. ഇതാണ്. എന്നാൽ ചില റിപ്പോർട്ടുകളിൽ ഇതില്ല.
അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചിട്ടുള്ള ഈ അധ്യായത്തിലുള്ള ഏക ഹദീസ് ഇതാണ്. അപ്പോൾ ഇവിടെ കാര്യം വളരെ വ്യക്തമാണ്. തലയും താടിയും നരച്ച് ആ നര മാറ്റി തീർക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അതാദ്യം പറഞ്ഞ ഹദീസിലും യോജിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ ഏത് കളറ് കൊണ്ടാണ് മാറ്റം വരുത്താവുന്നത്? ഇതിൽ പണ്ഡിത ലോകത്ത് പണ്ട് കാലം മുതൽക്ക് ഇന്നോളം വരെ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളാണുള്ളത്. 2-3 വീക്ഷണങ്ങളാണ് ഈ വിഷയത്തിലുള്ളത്. തലയും താടിയും കറുപ്പ് നിറം പ്യുവർ ബ്ലാക്ക് നൽകുന്നതിനെ സംബന്ധിച്ച് 3 വീക്ഷണങ്ങളാണ് പണ്ഡിത ലോകത്തുള്ളത്. ഒരു വീക്ഷണം, എല്ലാവരും യോജിക്കുന്നൊരു വീക്ഷണം, യുദ്ധരംഗത്ത് ശത്രുക്കളെ ഭീതിപ്പെടുത്തുവാനും ഈ യോദ്ധാവ് പ്രായമൊന്നും ആയിട്ടില്ല, അയാൾ നല്ല ആരോഗ്യ ദൃഢഗാത്രനാണ് എന്ന് ശത്രുവിനെ ബോധ്യപ്പെടുത്തുവാൻ, ശത്രു നോക്കുമ്പോൾ നല്ല ചെറുപ്പമാണ് എന്ന് തോന്നിപ്പിക്കുവാൻ എന്ന ഉദ്ദേശത്തോടുകൂടി ഒരാൾ പ്യുവർ ബ്ലാക്ക് അടിക്കുന്നുവെങ്കിൽ പണ്ഡിത ലോകത്ത് ഒരാൾക്കും തർക്കമല്ല, അത് ജായിസാണ്, അനുവദനീയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി ഹറാമാണ് എന്നതിലും തർക്കമില്ലാത്ത രണ്ടാമത്തൊരു പോയിൻ്റ് ഉണ്ട്. അതും ഒരു പണ്ഡിതന്മാർക്കിടയിലും തർക്കമല്ല. അതെന്താ? മറ്റൊരാളെ വഞ്ചിക്കുവാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് അടിക്കുന്നത് ഹറാമാണ്. ഉദാഹരണം പറയുന്നു പണ്ഡിതന്മാർ. ഒരാൾ വിവാഹം കഴിക്കാൻ പോവുകയാണ്, പെണ്ണിട്ടാൻ പോവുകയാണ്. പെണ്ണിട്ടാൻ പോകുമ്പോൾ പെണ്ണിനെ കാണാൻ പോകുമ്പോൾ നല്ലോണം തരച്ച താടിയൊക്കെ നല്ല പ്യുവർ ബ്ലാക്ക് അടിച്ചിട്ട് പോവുകയാണ്. അവ ഈ കാണുന്ന പെണ്ണും വീട്ടുകാരും എന്ത് വിചാരിക്കും? ചെറുപ്പമാണ്, പ്രായമൊന്നുമില്ല എന്നിങ്ങനെ ആ നിലയ്ക്ക് അവൻ്റെ പ്രായക്കുറവിനെ പ്രായക്കൂടുതലിനെ നിരയെ മറച്ചു വെക്കുക. അപ്പോൾ ഒരാൾ വഞ്ചിക്കലാണ്. അങ്ങനെ ഒരാളെ തദ്ലീസ് ചെയ്യാൻ, ഒരാളെ റിഷ്, മൻ ഖശന, നമ്മെ വഞ്ചിക്കുന്നവൻ മൻ ഖശന, നമ്മെ ആരെങ്കിലും വഞ്ചിച്ചാൽ ഫലൈസ മിന്നാ, അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവേ തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പം അതുകൊണ്ട് റിഷും തദ്ലീസും ഒക്കെ വരുന്ന ആ നിലക്കുള്ള ഖുറൂർ, തഗ്രീറിൻ്റെ ആ ഉദ്ദേശാർത്ഥം വരുന്നത് ഹറാമാണ്. അത് ആ വിഷയത്തിലും പണ്ഡിത ലോകത്ത് തർക്കമല്ല. ഇത് നമ്മൾ ശരിക്ക് സാവകാശം മനസ്സിലാക്കി പോകണം. ഒന്ന്, യുദ്ധരംഗത്ത് ഈ ഒരു കാര്യത്തിന് വേണ്ടി ശത്രുവിനെ ഭീതിപ്പെടുത്തുക, ശത്രുവിൻ്റെ മുമ്പിൽ അവൻ്റെ മുമ്പിൽ അവൻ പതറട്ടെ, നല്ല ആരോഗ്യമുള്ള ടീമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് അനുവദനീയാണ് എന്നതിൽ തർക്കമല്ല. ഒരു വിവാഹത്തിനൊരുങ്ങുന്ന വേളയിൽ തൻ്റെ ആ പെണ്ണിനെയോ പെൺവീട്ടുകാരെയോ വഞ്ചിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി, പ്രായം മറച്ചു വെക്കുവാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടുകൂടി ബ്ലാക്ക് അടിക്കുന്നത് ഹറാമാണ് എന്നതിലും തർക്കമില്ല. ഇനി തർക്കം എവിടെയാണ്? തർക്കം അതല്ലാത്ത നിലക്കുള്ള ആ ഉദ്ദേശമൊന്നുമില്ല, ഇതിനൊന്നുമല്ല. ഒരാൾ സ്വാഭാവികമായിട്ടും ബ്ലാക്ക് കറുപ്പിക്കുകയാണ്, താടിയും മുടിയും നര, എന്താണ് അതിൻ്റെ വിധി? അവിടെയാണ് 3 വീക്ഷണങ്ങളുള്ളത്. 3 വീക്ഷണങ്ങൾ. ഒന്നാമത്തെ വീക്ഷണം, അതാണ് ബഹുഭൂരിപക്ഷത്തിൻ്റെയും വീക്ഷണം, അത് ഹറാമാണ്, അത് തഹരീമാണ് എന്ന്. രണ്ടാമത്തെ ഒരു വീക്ഷണം, അത് തഹരീമല്ല, അത് കറാഹത്താണ് എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കലാണ് ഉത്തമം, ചെയ്താൽ തെറ്റൊന്നുമില്ല. രണ്ടാമത്തെ വീക്ഷണം. മൂന്നാമത്തെ വീക്ഷണം, മുത്ലഖൻ ജവാസാണ്, അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്, അതിൽ യാതൊരു തകരാറും ഇല്ല. അങ്ങനെ 3 വീക്ഷണം പണ്ഡിത ലോകത്തും ഒക്കെ പ്രഗത്ഭരായ പണ്ഡിതന്മാർക്ക് തന്നെ ഈ 3 വീക്ഷണക്കാരും ഉണ്ട്. ഒന്നാമത്തെ ഈ ഭാഗം പറയുന്നത്, ഹറാമാണെന്ന് പറയുന്ന ഈ ഭാഗം പറയുന്ന 2 ഹദീസുകളിൽ ഒരു ഹദീസാണ് ഇപ്പോൾ നമ്മൾ ഈ കേട്ടത്. അബൂ ഖുഹൈഫ റളിയല്ലാഹു തആല അൻഹുവിനെ മുമ്പിൽ കൊണ്ടുവന്നിരുത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് ഇത് മാറ്റണം, ദേഹത്തിൻ്റെ കളർ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞല്ലോ. അവിടെ വജ്തനിബുസ് സവാദ് എന്ന് പ്രത്യേകം പറഞ്ഞല്ലോ. എന്ത്? കറുപ്പ് ഒഴിവാക്കണം, ബ്ലാക്ക് ഒഴിവാക്കണം എന്ന് പറഞ്ഞല്ലോ എന്ന്. അതാണ് അവരുടെ വീക്ഷണം. അപ്പോൾ അത് കറാഹത്തേയുള്ളൂ, അല്ലെങ്കിൽ അനുവദനീയമാണെന്ന് പറയുന്ന പണ്ഡിതന്മാർ ഈ ഹദീസിനെ പറ്റി പറയുന്നത് എന്താണ്? ഗയ്യിറൂ ഹാദാ, ഇത് നിങ്ങൾ മാറ്റുക എന്നുള്ളത് മാത്രമേ നബിവചനമുള്ളൂ. വജ്തനിബുസ് സവാദ എന്നുള്ളത് ഹദീസിൽ സിയാദത്താണ്, അത് നബിവചനമല്ല. അതിനെ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകൾ എമ്പാടും ഗ്രന്ഥങ്ങളിൽ കിടപ്പുണ്ട്. അത് നബിവചനമല്ല, അത് പിന്നീട് ചേർക്കപ്പെട്ടിട്ടുള്ള, അതല്ലെങ്കിൽ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വാക്കായിട്ട് ഉദ്ധരിക്കപ്പെട്ടതാണ്. പ്രവാചക വചനം അങ്ങനെ ഗയ്യിറൂ ഹാദാ എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ നമ്മൾ
അഹ്ലി കിതാബുകാരോട് എതിരാവാൻ വേണ്ടി നിങ്ങൾ ഖാലിഫൂഹും എന്ന് പറഞ്ഞിടത്തുള്ളതുപോലെ അവിടെ കളർ പറഞ്ഞില്ലല്ലോ. അപ്പോൾ അതേപോലെ ഇതിലും അതില്ല. എന്നാൽ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വാചകമാണത്, എന്ത് വജ്തനിബു സവാദ എന്നുള്ളത്. അപ്പോൾ അതിന് മറ്റേ പണ്ഡിതന്മാർ പറയുന്നത്, ഒരു സഹാബി ഒരിക്കലും നബിയിൽ നിന്ന് പഠിക്കാത്ത ഒരാശയം പറയൂല. അപ്പോൾ അതുകൊണ്ട് ഇനി ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കാണെന്ന് വെച്ചാൽ തന്നെയും അപ്പോഴും നിഷിദ്ധമാണ് എന്ന് തന്നെയാണ് വരിക എന്നാണ് ആദ്യ പക്ഷം, ഹറാമാണെന്ന് പറയുന്ന പക്ഷം അതിന് മറുപടിയായി നൽകിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു ഹദീസും ഹറാമാണ് എന്നുള്ളതിന് ഉദ്ധരിക്കപ്പെടാറുണ്ട്. അതായത് ഒരു വിഭാഗം ആളുകൾ അവസാന കാലഘട്ടത്തിൽ വരും. അവർ ബ്ലാക്ക് കളർ കൊണ്ട് അവരുടെ താടിയും തലയുമൊക്കെ അവർ കളർ ചേഞ്ച് ചെയ്യും. അവർ സ്വർഗത്തിൻ്റെ പരിമളം പോലും ആസ്വദിക്കുകയില്ല എന്ന് പറഞ്ഞ മറ്റൊരു റിപ്പോർട്ടാണ് ആ വിഷയത്തിൽ ഹറാമാണെന്ന് പറയുന്നവർ ഉദ്ധരിക്കുന്നത്. അതിനെക്കുറിച്ച് രണ്ടാം പക്ഷം പറയുന്നത്, അത് അവരുടെ ആ കളറടിച്ചതുകൊണ്ട് അവർ സ്വർഗത്തിൻ്റെ വരം ആസ്വദിക്കുകയില്ല എന്നുള്ള നിലക്കല്ല, മറിച്ച് അത് അവരുടെ മറ്റു ചില പ്രവർത്തനങ്ങളെ എതിർക്കാൻ വേണ്ടി അവരുടെ ഒരു അടയാളം പറഞ്ഞതാണ്. ആ അടയാളം കൊണ്ടല്ല അവർ നരകത്തിൻ്റെ വാസന കേൾക്കാതിരിക്കുന്നത്, അവരുടെ മറ്റു ചില ദുസ്വഭാവങ്ങൾ കൊണ്ടാണ്. അതിനവർ തെളിവ് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നിരവധി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവസാന കാലഘട്ടത്തിൽ ഖവാരിജ് എന്ന് പറയുന്നൊരു വിഭാഗത്തെ, ആ ഖവാരിജുകൾ ഇസ്ലാമികമായിട്ട് നശീകരണമുണ്ടാക്കുന്ന പിഴച്ചുപോകുന്ന കക്ഷികളുടെ ഉത്ഭവത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്ത് പറഞ്ഞു, സീമാഹുമുത്ത് തഹ്ലീഖ്, അവരുടെ അടയാളം എന്താണ്? അവർ തലമൊട്ടയടിക്കുന്നു. അപ്പോൾ തലമൊട്ടയടിക്കുക എന്നുള്ളത് ഹറാമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തലമൊട്ടയടിക്കലുകൊണ്ടല്ല അവർക്ക് പ്രശ്നം. തലമൊട്ടയടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളിൽ മറ്റ് കാണുന്ന സ്വഭാവമാണ് അവർക്ക് ആ നിലക്കുള്ള പ്രശ്നമുണ്ട് എന്ന് പറയാൻ കാരണം എന്നാണ് ആ ഹദീസിനെ ആ നിലക്കുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇത് പണ്ഡിത ലോകത്ത് ധാരാളം ചർച്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ അന്ത്യനാളിൻ്റെ അടയാളം പറയുന്നിടത്ത് യതതാവലൂന ഫിൽ ബുന്യാൻ, വലിയ വലിയ കെട്ടിടങ്ങൾ അവർ നിർമ്മിക്കും എന്ന് പറയുന്നുണ്ട്. ആ കാലത്തുള്ള ചില ആളുകളെ സംബന്ധിച്ച് വലിയ കെട്ടിടം ഉണ്ടാക്കൽ ഹറാമല്ലല്ലോ, വലിയ ബിൽഡിംഗ് ഉണ്ടാക്കുക എന്നുള്ളത് ഹറാമല്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ അവരുടെ ചില ചെയ്തികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊരു കാലത്താണ് അവരത് പ്രവർത്തിക്കുക എന്നുള്ളതിനാലാണ് എന്ന വീക്ഷണപ്രകാരം അവരെ സംബന്ധിച്ചുള്ള അവരുടെ ഒരു പ്രത്യേകത എടുത്തു പറഞ്ഞതാണ്. അതല്ലാതെ അക്കാരണം കൊണ്ടാണ് അവർക്ക് നരകാവകാശികളായി മാറിയത് എന്നല്ല എന്ന്. ഇതൊക്കെ സൂചിപ്പിക്കുന്നതിന് വെച്ചാൽ പണ്ഡിത ലോകത്ത് ആ നിലക്ക് ഇതെങ്ങനെ അനുവദനീയാണെന്ന് പറയാപ്പോൾ കറാഹത്താണെന്നൊക്കെ പറയാം, വ്യക്തമായ ഹദീസ് ഉണ്ടാകുമ്പോൾ എന്ന് നമ്മൾ സംശയിക്കണ്ട എന്ന നിലക്കാണ്. അതിനൊക്കെ അവർ ഈ നിലക്കുള്ള വ്യാഖ്യാനങ്ങളുമൊക്കെയാണ്. ധാരാളം ഗ്രന്ഥങ്ങളിൽ മുമ്പ് കാലത്തുമുള്ള കിതാബുകളിലും ഇന്നും ആ വിഷയം ചർച്ച ചെയ്തിട്ടുള്ള ധാരാളം കിതാബുകളുണ്ട്. അതിലൊക്കെ ഈ വിഷയകമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായിരുന്നാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നിനക്ക് സംശയമുള്ളതിൽ നിന്ന് നിനക്ക് സംശയമില്ലാത്തതിലേക്ക് നീ മാറിക്കോ എന്നുള്ളതാണല്ലോ പൊതുവായ തത്വം. അതുകൊണ്ട് തന്നെ ഹറാമാണ് എന്നുള്ളതിലേക്ക് ഹദീസുകളും അതുപോലെ തന്നെ ധാരാളം പണ്ഡിതന്മാരും ആ വീക്ഷണം പറയുമ്പോൾ, അതേ അവസരത്തിൽ ഇനി അത് ഹറാമാണെങ്കിലോ അപ്പോൾ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള കളറുകളിലേക്ക് പോകാം, അതാകും നല്ലത് എന്ന വീക്ഷണമാണ് നമുക്കതിൽ കരണീയമായി തോന്നുന്നത്. കാരണം വ്യത്യസ്തങ്ങളായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ കാര്യത്തിൽ ഇനി അനുവദനീയമാണെന്ന് പറയുന്നവരുമുണ്ട്. പിന്നെ മുത്തലഖൻ ഒരു വിഷയമേ അല്ല, ആർക്കും ആ കളർ കൊടുക്കാം, അതിന് പ്രശ്നമൊന്നുമല്ല എന്ന് പറയുന്നവരും പണ്ഡിത ലോകത്തുണ്ട്. ധാരാളം ആളുകൾ അന്നുമുണ്ട് ഇന്നും ആ വിഷയത്തിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ നമുക്കിതിൽ ഏറ്റവും ഉത്തമമായിട്ട് പല പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ ഏറ്റവും നല്ലതെന്താണ്? ഹറാമാണെന്ന് പറയപ്പെട്ട ഒരു സംഗതിയെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് മുക്തമാകുവാൻ സൂക്ഷ്മതയ്ക്ക് നല്ലത് പ്യുവർ ബ്ലാക്ക് ഒഴിവാക്കൽ തന്നെയാണ് എന്നാണ്. എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അതുപോലെ തന്നെ സഹാബിമാരും, ഇപ്പോൾ സഹാബിമാരിൽ തന്നെ പിന്നെ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹസൻ റളിയല്ലാഹു തആല അൻഹു, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, ഇപ്പോൾ 5 ഞാൻ പറഞ്ഞു. ഇവരടക്കം 8ഓളം സഹാബിമാർ ഇങ്ങനെ ബ്ലാക്ക് തന്നെ ഉപയോഗിക്കാമെന്ന് അഭിപ്രായപ്പെടുന്നവരാണ് എന്നാണ്. എന്നാൽ ഇത് ഹറാമാണെന്ന് പറയുന്ന ആളുകൾ പറയുന്നത് ആ സഹാബിമാരിൽ നിന്നൊന്നും അത് ശരിയായ നിലക്കുള്ള സനദോടുകൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പുറത്ത് അതിന് ഒരുപാട് മറുപടികളും ഖണ്ഡനങ്ങളും ഒക്കെ ആ വിഷയത്തിൽ ഇന്നും നമുക്ക് ലഭ്യമാണ്.
ഏതോ ആകട്ടെ, പരസ്പരം ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ ഒരു നിഴലിൽ നിൽക്കുക എന്നതാണെന്ത് പ്യുവർ ബ്ലാക്ക് അടിച്ചുകൊണ്ട് ഒരാൾ എന്ത് ചെയ്യുക, കളർ ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ അതിൽ എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസിൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും. നിങ്ങൾ കളർ ചേഞ്ച് ചെയ്യുന്നതിൽ ഏറ്റവും ഉത്തമമായത് എന്താണ്? ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇന്ന അഹ്സന മാ ഗയ്യർതും ബിഹി ശൈബ അൽ ഹിന്നാഉ വൽ കതമു. നിങ്ങൾ നിരയെ കളർ ചേഞ്ച് ചെയ്യുന്നതിൽ ഏറ്റവും മെച്ചമായത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത് ഈ ഇന്ന അഫ്ളല മാ യതിമ്മു സബഗു ബിഹി വഅക്സറ ശൈഇൻ ഫായിദത്തൻ ലിതഗ്യീരി ശൈബി. വെളുത്ത മുടിക്ക് ചായം നൽകുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠം 3 രീതികളാണ് ഇതിനുള്ളത്. ഒന്ന്, വെറും മൈലാഞ്ചി മാത്രം ഇടാം. വെറും മൈലാഞ്ചി മാത്രം ഇട്ടാൽ ഒന്നുകിൽ മഞ്ഞ നിറമാകും, അല്ലെങ്കിൽ നല്ല ചുവപ്പ് നിറത്തിലേക്ക് പോകും. ഇത് രണ്ടിൻ്റെയും ഇടയിൽ ഏറ്റവും ഉത്തമമായ രീതി എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസിൽ പറഞ്ഞതെന്താണ്? അൽ ഹിന്നാഉ വൽ കതമൂൻ, മൈലാഞ്ചിയും കത്തമും. കത്തമ് എന്ന് പറഞ്ഞാൽ അറബ് രാജ്യത്തുള്ള ഒരു കറുപ്പ് ചെടിയാണ്. അതിൻ്റെ ആ ഇലകൾ പൊടിച്ച് അതെന്ത് ചെയ്യും, അതിനൊരു പ്രത്യേക കളറ് വരും. മൈലാഞ്ചിയും ഇതുമായിട്ട് മിക്സ് ചെയ്ത് രണ്ടുമായിട്ടിടുന്ന വേളയിൽ ഇതെന്ത് ചെയ്യും, ഒരു സവാദിലേക്ക്, എന്നാൽ കറുപ്പല്ല, കറുപ്പാണെന്ന് തോന്നിപ്പോകുന്ന ഒരു ബുന്നി കളറിലേക്ക്, അതാണ് പണ്ഡിതന്മാർ പ്രത്യേകം എടുത്ത് പറയുന്നത്. അങ്ങനെ ആയിത്തീരുമ്പോൾ അത് ഏത് കളറിലേക്ക് പോകും? ഇപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ റിയാലു സാലിഹീനിന് വ്യാഖ്യാനം എഴുതിയ ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയണത്, അൽ അഫ്ളൽ അന്നൽ ഇൻസാന യുഗയ്യിറു ശൈബ്. ഒരു മനുഷ്യൻ അവൻ്റെ നിരയെ ചേഞ്ച് ചെയ്യൽ തന്നെയാണ് ശ്രേഷ്ഠത, പ്യുവർ ബ്ലാക്ക് കൊണ്ടല്ലാതെ. ഇമ്മാ ബിൽ അസ്ഫരി കൽ ഹിന്ന ഔ ബിൽ അസ്ഫരിൽ മംസൂജി ബിൽ കത്തമി. കത്തമിനെ മിക്സ് ചെയ്തുകൊണ്ട്, കത്തമ് ചെടിയെ മിക്സ് ചെയ്തുകൊണ്ട് ഹന്നയും കത്തമും കൂടെ ചേർത്തുകൊണ്ട്, വൽ കത്തമു അസ്വദു, കത്തമു എന്ന് പറഞ്ഞാൽ അത് കറുപ്പാണ്. അപ്പം കറുപ്പും ഇതും കൂടി യോജിക്കുമ്പോൾ എന്താകും? ഫൈദാ മുസിജൽ അസ്ഫറു ബിൽ അസ്വദി ലഹറ ലൗനുൻ ബുന്നിയുൻ. ഒരു ബുന്നി കളർ കൊണ്ട് വരും എന്ന് പറഞ്ഞാൽ കറുപ്പുമല്ല ചുവപ്പുമല്ല, എന്താകും, ഒരു സാദൃശ്യം അങ്ങനെ തോന്നും. ദൂരം നിന്ന് നോക്കിയാൽ അങ്ങനെ കറുപ്പാ തോന്നും, അടുത്തൊന്ന് നോക്കിയാൽ ഒരു ബുന്നി. അതാണ് എന്താ പറയുക, ബുന്നി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ കാപ്പില്ലേ, കാപ്പി കളർ എന്ന് പറയണേ, ആ കളറിലേക്കാകും. കമാ അമറ ബിദാലിക നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അദ്ദേഹം തന്നെ പറയണേ, അദ്ദേഹം പറയുന്നൊരു വാചകം നോക്കൂ നിങ്ങൾ, വലൗലൽ മശഖ്ഖത്തു വൽ മഊനത്തു അലാ ബഅദിന്നാസി ലകാന യഫ്അലു ദാലികാൻ. ഇത് നിലനിർത്തിക്കൊണ്ട് പോലും വലിയ പാടാണ്, വലിയ പാടില്ലെങ്കിൽ നമുക്കൊക്കെ അത് ചെയ്യായിരുന്നു എന്ന്. ആരാ പറയണേ? ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നത്. കാരണം ഇത് നീട്ടിയിട്ടാൽ ഇത് എപ്പോഴും ചെയ്യണം, ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, ഒരു ഭാഗം വെളുത്തിട്ട് ഒരു ഭാഗം ഇങ്ങനെ വേറെ കളറിലുമായിട്ട് രണ്ടായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പം സമയമില്ലാത്തവർ അതിന് നിൽക്കണ്ട, വെളുത്തവിടെ നിന്നോട്ടെ, സമയമൊക്കെ ഉണ്ടോ, ഇതിന് മെനക്കെടണം നല്ലോണം. നമ്മളോടൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കട്ടെ, നിങ്ങളെ കളർ ഏതാണ്, നമ്മളോട് ഒരുപാട് ആൾക്കാർ, കുറേ ഈപത്വം കിട്ടലുണ്ട് എനിക്കതിന്. കാരണം ഇതിനിങ്ങനെ നോക്കിയിട്ട് പിന്നെ അങ്ങനെ നോക്കി ദൂരം നിന്ന് നോക്കുമ്പോൾ ഇവർക്കത് ബ്ലാക്കാണ്, ഇപ്പോൾ പ്യൂർ ബ്ലാക്കാണ്. അപ്പോൾ അതുകൊണ്ട് ആ നിലക്ക് അതവിടെ വകുപ്പിലവിടെ വേറെ കിട്ടിക്കോട്ടെ. അപ്പോൾ ഇതിന് നല്ല ടൈം വേണം, നല്ലോണം സമയം മെനക്കെടണം, ആഴ്ച തോറും ചെയ്യണം. ഇപ്പം ഇന്ന് നമുക്കിപ്പോൾ അറബ് നാട്ടിൽ പോയിട്ട് കത്തമ് ചെടി കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. ആ കത്തമിനോട് സാദൃശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ നാടുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതാണിപ്പോൾ നമ്മൾ മലയാളത്തിൽ നീലാമരി എന്ന് പറയുന്ന ഇൻഡിക്കോ കളർ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ചെടി ഉണ്ടല്ലോ, ആ ചെടി പൊടിച്ചത് നമുക്ക് വാങ്ങാൻ കിട്ടും, നാട്ടിലൊക്കെ കിട്ടും. മൈലാഞ്ചിയുമായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ചോപ്പ്, മൈലാഞ്ചിയുടെ ചോപ്പോ അല്ലെങ്കിൽ ആ മഞ്ഞയോ, അല്ല പ്യുവർ മഞ്ഞ അല്ലെങ്കിൽ പ്യുവർ ചോപ്പായിട്ട് ഇങ്ങനെ നിൽക്കും. ചോപ്പ് ഒരു മൈലാഞ്ചി ചോപ്പ്, മറ്റേ സാധാരണ റെഡ് അല്ലല്ലോ. ആ ഒരു അതൊന്നും കളർ ചേഞ്ച് ചെയ്യാൻ ഇതും കൂടെ കൂട്ടി അടിച്ചു കൊടുക്കുമ്പോൾ ചേഞ്ചായി വരും. അതാണ് ഈ പറഞ്ഞ യമീലു ഇലൽ അസ്വദി, അതൊരു ബ്ലാക്കിലേക്ക് ഇങ്ങനെ ചായുന്നൊരു കളറായിട്ട് മാറും. അങ്ങനെ ചെയ്യാം. അതാണ് ഇവിടെ ഈ ഹദീസിൽ പറയുന്നത്, ഇന്ന അഹ്സന, നിങ്ങൾ ചെയ്യുന്നതിൽ മെച്ചപ്പെട്ട ഒരു കാര്യം എന്താണ്? മാ ഗയ്യർതും ബിഹി ശൈബ അൽ ഹിന്നാഉ വൽ കത്തമു. കത്തമ് ചെടി എന്നാണ് അതിന് പറയാം. അത് അറബ് രാജ്യത്ത് സുലഭമായിരുന്നു, ഇപ്പോൾ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ കത്തമ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അതിൻ്റെ കളറ്? അത് ഇവിടെ ഉസൈമീൻ റഹിമഹുല്ല പറയുന്നൊരു നോക്കൂ, വൽ കത്തമു അസ്വദു, കത്തം അസ്വദാണ്. എന്നാൽ അസ്വദ് പറ്റൂല, പ്യുവർ ബ്ലാക്ക് പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യുക? മൈലാഞ്ചിയുമായിട്ട് മഹ്ലൂത്താക്കുക. അതാണ് മംസൂജാകുമ്പോൾ അതിൻ്റേതായ കളർ വ്യത്യാസം വരും. അങ്ങനെയാകുന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്ന്
അദ്ദേഹം ഇവിടെ വിശദീകരിച്ചിരിക്കുകയാണ്. എന്തായിരുന്നാലും അവരൊക്കെയും വ്യത്യസ്ത വീക്ഷണങ്ങൾ എഴുതിയപ്പോഴും ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് ഇങ്ങനൊരു ഹറാമാണ് എന്നുള്ളൊരു വീക്ഷണം ലോകത്തുള്ളതുകൊണ്ട് നമ്മൾ ആ വീക്ഷണങ്ങളിൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അതിനെപ്പറ്റി തലപുകഞ്ഞ് ആലോചിക്കുന്നതിനേക്കാൾ നല്ലത് അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയം ചെയ്യാതിരുന്നിട്ട് വ്യത്യാസം ആർക്കും തർക്കമില്ലാത്തതിലേക്ക് പോകലാണ് ഏറ്റവും നല്ലത് എന്ന ഒരു വീക്ഷണമാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം. ഇത് ആണിനും പെണ്ണിനും ഒരേ നിയമമാണ്. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. നമ്മളെ ഹെഡിങ്ങിൽ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ബാബു നഹീർ റജുലി വൽ മർഅത്തി. ഈ ബ്ലാക്ക് അടിക്കുക എന്നുള്ളത് അത് പുരുഷന് മാത്രമല്ല സ്ത്രീകൾക്കും അങ്ങനെ തന്നെയാണ്. നിയമം എല്ലാവർക്കും ആ വിഷയത്തിൽ ഒരേപോലെ തന്നെയാണ്. എന്നാൽ അതിലും ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരു ഭർത്താവിൻ്റെ ആവശ്യപ്രകാരം ഒരു ഭാര്യയ്ക്ക് വേണമെങ്കിൽ അത് ജായിസാണെന്ന് പറയുന്നവർക്കിപ്പോൾ അതിൽ ആ വിഷയത്തിലൊരു തർക്കമല്ല. എന്നാൽ ഹറാമാണെന്ന് പറയുന്ന ആളുകളിൽ പോലും ഈ വീക്ഷണക്കാരുണ്ട്. ഭർത്താവിൻ്റെ മുമ്പിൽ അലങ്കാരമണിയുക എന്ന ലക്ഷ്യം വേറെ ആരുടെയും മുമ്പിൽ കാണിക്കാനോ അല്ലെങ്കിൽ വേറെ ഒരാൾ പെണ്ണ് കാണാൻ വരുന്നുണ്ട് അയാളെ പറ്റിക്കാനോ ഒന്നുമല്ല. തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ ഭർത്താവ് അങ്ങനെ ആവശ്യപ്പെടുന്നു, അനുമതിയോടുകൂടെയാണെങ്കിൽ അങ്ങനെ സീനത്ത് എന്ന ഉദ്ദേശത്തോടു കൂടി ആവാം എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരും ഉണ്ട്. എന്നാൽ അവിടെയും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നേരത്തെ പറഞ്ഞ തത്വമാണ്. സംശയമുള്ളത് മാറി സംശയമില്ലാത്തതിലേക്ക് നീങ്ങുക. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇത്തരം സംസ്കാരങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുക, അവയുടെ ഓരോ കാര്യങ്ങളെയും വേർതിരിച്ച് ഗ്രഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.